ഹലോ, നമ്മൾ കഴിഞ്ഞ ദിവസം OTT റിലീസായിട്ടുണ്ടായിരുന്ന ആഭ്യന്തര കുറ്റവാളി എന്ന് പറഞ്ഞ മൂവി കണ്ടപ്പോൾ ഈ അടുത്ത് വന്ന മധ്യപ്രദേശ് ഹൈക്കോടതിയുടെ ഒരു വിധിയെ പറ്റി ഇന്ന് സംസാരിക്കാമെന്ന് വിചാരിച്ചു. സംഭവം ഈ കേസിൽ എന്താ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഭാര്യ തൻ്റെ ഭർത്താവിന് ഒരു അവിഹിത ബന്ധമുണ്ടെന്ന് വെളിപ്പെടുത്തിക്കൊണ്ട് കോടതിയിൽ ഒരു കേസ് ഫയൽ ചെയ്തു. അതുമായിട്ട് സപ്പോർട്ട് ചെയ്യുന്ന കുറച്ച് ഫോട്ടോസും ചാറ്റ്സും മാത്രമേ പുള്ളിക്കാരത്തേക്ക് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് സാധിച്ചുള്ളൂ. അപ്പോൾ കോടതി എന്താ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിനെ ഒരു വിശ്വസനീയമായ തെളിവായി കണക്കാക്കില്ലെന്നും അതിനാൽ തന്നെ ഈ കേസ് കോടതിയിൽ എക്സിസ്റ്റ് ചെയ്യില്ലെന്നും കൂടെ പറഞ്ഞു. എന്നാൽ ഒരു ട്വിസ്റ്റ് ഉണ്ട്. എന്റെ വാക്കാണ്. അതൊന്നുമല്ല. എന്നിട്ട് ഇത്തരത്തില് വ്യാജാരോപണങ്ങൾ നടത്തിയതിന്റെ ഭാഗമായി ഭർത്താവിനെ ഡിഫെയിം ചെയ്യുകയും ഇതുമൂലം ഭർത്താവിന് മാനസിക സമ്മർദ്ദം ഉണ്ടായി എന്നതാണ് ഭർത്താവിന്റെ ഭാഗം വാദിച്ചത്. ഇവിടെ കോടതി ചൂണ്ടിക്കാണിച്ചത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത്തരത്തിൽ ഭർത്താവിന്റെ ഇമ്മോറൽ ക്യാരക്ടർ തെളിയിക്കാൻ കഴിയാത്ത സാഹചര്യത്തിൽ ഇത്തരത്തിലുള്ള വ്യാജാരോപണങ്ങൾ ഭർത്താവിന് തന്നെ ഒരു തരത്തിലുള്ള ക്രൂരതയല്ലേ, അതും വിവാഹബന്ധത്തിലും ഒരു തരത്തിലുള്ള ക്രൂരതയല്ലേ. ആയത് 2002 നടന്ന വിവാഹം ഇപ്പോൾ ക്രൂരതയുടെ അടിസ്ഥാനത്തിൽ നിയമപരമായി അവസാനിച്ചു. അതന്നെ. അപ്പൊ എന്താ പറഞ്ഞു വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ചിലപ്പോൾ ചിലരുടെ ദേഷ്യം ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മുടെ അംബീഷന്റെ ഭാഗമായിട്ടായിരിക്കാം. എന്നിരുന്നാലും എന്ത് തന്നെയായാലും അത് മറ്റൊരാളുടെ ജീവിതം തകർക്കുന്നതിന് ഒരിക്കലും ഇടവരരുത്. അപ്പോൾ കൂൾ ഗുരു, ശുക്രിയ.